യേശുവേ എൻ യജമാനനേ, നേസരേ എൻ തുണയാളരേ, യേശുവേ എൻ യജമാനനേ, നേസരേ என் துணையாளரே, நீங்க இல்லாதே வாழ முடியாதையா, உங்க கிருபை இல்லாம வாழ தெரியாதையா. இயேசுவே என் யஜமானனே, காலையிலே கிருபையும் மாலையிலே மகிமையும் தருகின்ற நல்ல தெய்வமே, தருகின்ற நல்ல தெய்வமே, நன்றி சொல்லி ஸ்துதி பாடி மனதார தொழுகிறேன். நீங்க இல்லாதே வாழ முடியாதையா. അമ്മാനദേവൻ എന്നോട് വരുവാൻ അതുപോതും എൻ വാഴ്വില്, അതുപോതും എൻ വാഴ്വില്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിപ്പോൾ എറണാകുളം ജില്ലയിൽ മണീട് എന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ ഒരു ബ്രദറിനെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് വർഗീസ്. വളരെ ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ വേലയിൽ അധ്വാനിക്കുന്നു. ഒരു നല്ല വിശ്വാസിയായി അദ്ദേഹം ആയിരിക്കുന്നു. അതോടൊപ്പം സഭാ പാസ്റ്ററോട് ചേർന്ന് സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ബ്രദറെ, ഗോസ്പൽ TV UP എന്ന ചാനലിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ബ്രദറിൻ്റെ വിലപ്പെട്ട സമയം ഈ ചാനലിന് വേണ്ടി ചെലവഴിക്കുന്ന നന്ദി അറിയിക്കുന്നു. ബ്രദർ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പേര്, ഇപ്പോൾ എവിടെ താമസിക്കുന്നു, വീട്ടിൽ ആരൊക്കെയുണ്ട്, മക്കള്, അവരെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? എൻ്റെ പേര് വർഗീസ്. ഞാൻ മണീട് വില്ലേജിൽ, എറണാകുളം ഡിസ്ട്രിക്ട് മണീട് വില്ലേജിൽ പാമ്പ്ര എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്തു വരുന്ന ജോലി ഒരു സ്കൂൾ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ വീട്ടിൽ എന്നോടൊപ്പം ഭാര്യയും 2 പെൺകുട്ടികളും എനിക്കുണ്ട്. പെൺകുട്ടികളുടെ വിവാഹം കഴിഞ്ഞു. ഇപ്പോൾ സന്തോഷമായി ജീവിതം നയിക്കുന്നു. ഏത് സഭയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്? ഞാൻ വെട്ടിക്കൽ IPC മോറിയ KP വർഗീസ് പാസ്റ്ററിൻ്റെ അണ്ടറിലാണ് ഞാനിപ്പോൾ ആരാധനയ്ക്ക് കൂടുന്നത്. ഓക്കെ. ബ്രദർ ജനിച്ചു വളർന്നതൊക്കെ ഏത് ക്രിസ്തീയ പശ്ചാത്തലത്തിലായിരുന്നു? ഞാൻ യാക്കോബായ ക്രിസ്തീയ പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർന്നത്. പിന്നീട് ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വരാനായിട്ടുള്ള ഒരു കാരണം എന്താണ്? അതായത് രക്ഷിക്കപ്പെടാനും ഒക്കെ ഉള്ള കാരണം, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ആ ജീവിതവും ഒന്ന് പറയാമോ? ഞാൻ ഈ യാക്കോബായ ക്രിസ്തീയ സമൂഹത്തിലായിരുന്നുവെങ്കിലും ഒരു ക്രിസ്തുവിനെ കുറിച്ചോ അല്ലെങ്കിൽ ആരാണ് ദൈവം, എങ്ങനെയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതെന്നും ഞങ്ങളുടെ ഭവനത്തിൽ ഒരു പ്രാർത്ഥനാ അന്തരീക്ഷം ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ പിതാവ് ഒരു മദ്യപാനിയായിരുന്നു. മദ്യപാനം കഴിഞ്ഞ് വൈകിട്ട് വരികയും വീട്ടിൽ അതായത് അമ്മയുമായിട്ട് വഴക്കുണ്ടാക്കുകയും ചെയ്യുന്ന പതിവായിരുന്നു. അങ്ങനെ വീട്ടിൽ ഒരു സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷമായിരുന്നു. ബ്രദർക്ക് എത്ര സഹോദരങ്ങളാണ്? എനിക്ക് 2 സഹോദരന്മാരും ഒരു സഹോദരിയുമുണ്ട്. അപ്പൊ ചെറുപ്പം മുതൽ ഈ പിതാവിന്റെ മദ്യപാനം കണ്ടാണ് വളരുന്നത്? അതെ, മദ്യപാനം കണ്ട് ആണ് വളരുന്നത്. കുടുംബത്തിൽ ഒരു സമാധാനവും സ്വസ്ഥതയില്ലായിരുന്നു. സമാധാനവും സ്വസ്ഥതയും ഇല്ലായിരുന്നു. ആ പശ്ചാത്തലത്തിൽ ഞാൻ വളർന്നു വരുമ്പോഴും എങ്ങനെ മുമ്പോട്ട് പോകണം, ആരും സമൂഹം നമ്മളെ അംഗീകരിക്കുന്നില്ല. ഒരു പള്ളിയിൽ പോകുന്നത് ഞങ്ങൾക്ക് പതിവുണ്ടായിരുന്നില്ല. യാക്കോബായ കുടുംബത്തിലാണ് ജനിച്ചത് എങ്കിലും പള്ളിയിലൊന്നും പോകാറില്ലായിരുന്നു.
അങ്ങനെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാനും മദ്യപാനമൊക്കെ തുടങ്ങുവാൻ ഇടയായി. അങ്ങനെ ജീവിച്ച് വരിയിൽ ഞാൻ വിവാഹം ചെയ്തു. വിവാഹം കഴിഞ്ഞ് ഞാൻ എൻ്റെ തിരുവാണിയൂർ ദേശത്ത് നിന്ന് ഞാൻ മണിയുടെ ദേശത്തിലേക്ക് പോകുന്ന ഭാര്യയുടെ വീടിൻ്റെ അടുത്ത് താമസം തുടങ്ങി. എന്നാലും ഞാൻ ഒരു മദ്യപാനിയായി തന്നെ തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു സമയത്ത് ഒരു യോനാൻ സാറിൻ്റെ മദ്യപിക്കാൻ ആവശ്യമായിട്ടുള്ള പണം എങ്ങനെയാണ് കണ്ടെത്തിക്കൊണ്ടിരുന്നത്? ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു അന്ന്. ഓട്ടോ ഡ്രൈവിങ് ചെയ്ത് കിട്ടുന്ന, അതായത് രാവിലെ തൊട്ട് ഞാൻ മദ്യപിക്കുമായിരുന്നു. കിട്ടുന്ന പൈസ അപ്പോൾ തന്നെ ബാറിൽ കൊണ്ടുപോയി കുടിക്കുന്ന ഒരു പതിവ്. അതെ, മദ്യപിക്കാൻ വേണ്ടിയായിരുന്നു ശരിക്കും. ഓട്ടോറിക്ഷ ഓടിക്കുന്ന തന്നെ മദ്യപിക്കാൻ വേണ്ടി. അതെ അതെ. അങ്ങനെ എൻ്റെ ജീവിതം കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വേറെ താമസിക്കുകയാണെങ്കിലും വീടിൻ്റെ അന്തരീക്ഷം അത്ര സമാധാനമുള്ളതായിരുന്നില്ല. അങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഒരു സമയത്ത് കോലഞ്ചേരിയിൽ യോഗനാൻ സാറിന്റെ കൂട്ടായ്മയിൽ ഒരു കൺവെൻഷൻ കോലഞ്ചേരിയിൽ വെച്ച് നടക്കുന്നു. MI യോഹന്നാൻ. അത് കേട്ടപ്പോൾ ഒരു നോട്ടീസ് ഒരു സഹോദരൻ കൊണ്ടു തന്നപ്പോൾ എന്നാൽ പോയാൽ കൊള്ളാമെന്ന് എനിക്ക് മനസ്സിൽ വരികയും ആ സമയത്ത് തന്നെ വേറൊരു സഹോദരൻ വന്ന് പറഞ്ഞു, വണ്ടി പോകുന്നുണ്ട്, സഹോദരൻ ഇങ്ങനെ കൂട്ടായ്മയ്ക്ക് പോരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ MI യോഹന്നാൻ സാറിന്റെ കൂട്ടായ്മയിൽ ആദ്യമായിട്ട് പോകുവാൻ ഇടയായി. അങ്ങനെ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ദൈവദാസൻ പ്രസംഗിക്കുന്നത് കേട്ടു. റോമർ 1:23, മനുഷ്യൻ ശരിയായ ദൈവത്തെ ആരാധിക്കാതെ അക്ഷയനായ മനുഷ്യൻ നാൽക്കാലി, ഇടജാതി, പക്ഷി എന്നിവയുടെ രൂപസാദൃശ്യമുണ്ടാക്കി അവയെ ആരാധിക്കുന്നു, ദൈവത്തിങ്കിലേക്ക് ആരും അടുക്കുന്നില്ല. ആ ഒരു ചിന്ത എന്നെ മാറ്റിമറിച്ചു. കാരണം നമ്മൾ വീടുകളിൽ വയ്ക്കുന്ന ഫോട്ടോയിൽ ഇത് 4ഉള്ളതായി എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഒരു മനുഷ്യൻ, ഒരു നാൽക്കാലി, ഒരു ഇഴജാതി, ഒരു പക്ഷി, ഈ രൂപത്തെയാണ് ഇപ്പൊ കേരളത്തിലുള്ള ജനങ്ങൾ അധികവും ആരാധിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ചിന്ത വന്നു. എന്നാലും ഞാൻ അങ്ങനെ തുടർമാനമായി പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ പതുക്കെ ഞാൻ മദ്യപാനമെല്ലാം നിർത്തി. എൻ്റെ ഭവനത്തിന്റെ അന്തരീക്ഷങ്ങൾ മാറുവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ മദ്യപാനം മാറാനുള്ള കാരണം ഈ കൂട്ടായ്മയ്ക്ക് പോയതാണ്. അതെ, കൂട്ടായ്മയ്ക്ക് പോയതുകൊണ്ട് അവിടെ കേട്ട ദൈവവചനം, ദൈവവചനമാണ് എന്നെ മാറ്റിയത്. ദൈവത്തിന്റെ വചനം എന്നെ മദ്യപാനത്തിൽ നിന്നും വിടുവിച്ചു. അങ്ങനെ ഞാൻ മദ്യപാനത്തിൽ നിന്ന് വിടുതല. അപ്പോഴും യാക്കോബായ സഭയിലല്ലേ പോയിക്കൊണ്ടിരുന്നത്? അപ്പോഴും യാക്കോബായ സഭയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ജീപ്പ് മേടിച്ച് ഞാനും അങ്ങോട്ട് ആളെ കൊണ്ടുപോകാനുള്ള ഒരു തയ്യാറെടുപ്പായി. അങ്ങനെ എൻ്റെ വീടിൻ്റെ അന്തരീക്ഷം മാറുന്നു. ഞാൻ വാഹനങ്ങൾ മേടിക്കുന്നു. അങ്ങനെ പോയി കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഒരു സ്ഥാപനത്തിലൊരു ജോലി കിട്ടി, ഡ്രൈവറായിട്ട് തന്നെ. അവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ആഴ്ചയിൽ പത്തടിപ്പാലം, അതായത് ഡാമീൻ പാസ്റ്റർ അടുക്കിലേക്ക് ആഴ്ചയിൽ മീറ്റിങ്ങിന് ആളുകളെ കൊണ്ടുപോകുന്ന ഒരു ജോലിയും കൂടെ എൻ്റെ ഒപ്പമുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി ദൈവവചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. മറ്റൊരുത്തിനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അങ്ങനെ വചനം എൻ്റെ ഉള്ളിൽ കടക്കുവാൻ ഇടയായി. അപ്പോൾ ഞാൻ ആ കാലഘട്ടങ്ങളിലെല്ലാം എനിക്ക് ഭൗതിക നന്മകളാണ്, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഭൗതിക നന്മകളാണ് എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷേ എനിക്കത് വചനം പഠിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനപ്പുറം, അതായത് ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കല്ല, യേശുവിനെ സ്വീകരിച്ച ആൾക്കാർക്ക് കിട്ടുന്നതിലും കൂടുതൽ മറ്റുള്ള ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. അതല്ല വലുത്. ഈ ഭൂമിയിലുള്ള താൽക്കാലിക ജീവിതത്തെക്കാൾ ഒരു നിത്യതയുണ്ട് എന്നുള്ള സത്യം എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അങ്ങനെ ഞാൻ സ്നാനപ്പെട്ട സമയങ്ങളിൽ എനിക്കിത് മനസ്സിലായില്ല എങ്കിലും ഞാൻ വെട്ടിക്കൽ IPC വർഗീസ് പാസ്റ്ററിന്റെ കീഴിലാണ് സ്നാനപ്പെട്ടത്. അടുത്തുള്ള ഒരു സഭയിൽ സ്നാനപ്പെടണമെന്നുള്ള ഒരാഗ്രഹം കൊണ്ട് അങ്ങനെ സ്നാനപ്പെട്ടു. എനിക്ക് മുമ്പായി എൻ്റെ സഹോദരൻ അവിടെ സ്നാനപ്പെട്ടിരുന്നു. അതുകൊണ്ട് അവിടെ തന്നെ പോകണം എന്നുള്ള ഒരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഈ ഭൗതിക നന്മകളെക്കാൾ വലുത്
നിത്യജീവൻ. വലുത്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? അങ്ങനെ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ വരികയും ഇപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണെന്ന്, അതായത് ദൈവത്തിൻ്റെ ആത്മാവ് ഒരുത്തിൻ്റെ ഉള്ളിൽ വന്നാൽ അവന് വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറയുവാൻ തക്കവണ്ണം ദൈവം എന്നെ പ്രയോജനപ്പെടുത്തുന്നു. അതെന്തൊക്കെ മാറ്റങ്ങളാണ് ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ വന്നാൽ ഒരു മനുഷ്യനിൽ ഉണ്ടാവുന്നത് ഒന്ന് പറയാമോ? ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അത് സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധ്യം വരുത്തുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ദുഷ്ടചിന്തകളെല്ലാം മാറിപ്പോകും, ഇല്ലേ? അവന്റെ മദ്യപാനം മാറിപ്പോകും, അവൻ മറ്റുള്ളവരെ പുകവലി മാറിപ്പോകും, അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയും, ഇല്ലേ? ആ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ. ഒരു പ്രാർത്ഥനാ ജീവിതമില്ലാത്ത മനുഷ്യന്റെ ജീവിതത്തിൽ പ്രാർത്ഥന ജീവിതം നൽകിയില്ലേ? ഇല്ലേ? ആരാണ് ദൈവം? ഈ സകല അകലാണ്ടത്തെയും ഉണ്ടാക്കിയ സർവശക്തനായ ദൈവം ആകാശത്തെ വിരിച്ച് ഭൂമിക്ക് അടിസ്ഥാനമിട്ട് സൂര്യചന്ദ്ര നക്ഷത്രാദികൾ ഗോളങ്ങളെ സൃഷ്ടിച്ച ദൈവം, അത് 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ച് 7 പൊന്നില വിളക്കുകളുടെ നടുവിൽ ഉലാത്തുന്നവൻ, മാറത്ത് പൊങ്കച്ചണിഞ്ഞവൻ, വെള്ളോടിന് സദൃശ്യമുള്ള കാലുള്ളവൻ, അഗ്നിജാതിക്കൊത്ത കണ്ണുള്ളവൻ, കടലിനെ വിവാഹിക്കുന്നവൻ, ഇത്ര വലിയ മഹാദൈവത്തെ, അതെ, ആ ദൈവത്തോട് അപേക്ഷിക്കുവാനും പ്രാർത്ഥിക്കുവാനും സംസാരിക്കുവാനും കഴിഞ്ഞില്ലേ? അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഭൗതിക നന്മകളെക്കാൾ കൂടുതൽ ഇതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ആ ഒരു സത്യമാണ് വലുത്. അപ്പോൾ അച്ചായൻ്റെ ജീവിതത്തിൽ ഈ ഒരു മദ്യപാനിയായി നടന്നപ്പോഴുള്ള അവസ്ഥയും ഇപ്പോൾ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്ന് ക്രിസ്തുവിനോടൊത്ത് ജീവിക്കുന്നതും തമ്മിലുള്ള ആ വ്യത്യാസം ഒന്ന് പറയാമോ? ആ വ്യത്യാസം ഞാൻ പറയാം. അപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി, ഞാനൊരു ചെറിയ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ 2 നില വീട്ടിലാണ് താമസിക്കുന്നത്. വലിയൊരു വീട് വെച്ചു. അതെങ്ങനെ സാധിച്ചു? ഞാൻ എന്റെ മദ്യപാനം മാറ്റി കഴിഞ്ഞപ്പോൾ എനിക്ക് അഭിവൃദ്ധി വരുവാൻ തുടങ്ങി. ഇപ്പൊ ആളുകൾ പറയുന്നത് അവൻ പെന്തക്കോസ്തിൽ പോയപ്പോൾ അവന് പൈസ കിട്ടി എന്നാണ് എല്ലാരും പറയുന്നത്. അപ്പൊ പെന്തക്കോസ്തിൽ പോയി അവരോടും പറയണം അങ്ങനെ പെന്തക്കോസ്തിൽ ചേർന്ന് പൈസ കിട്ടുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങളും പെന്തക്കോസ്തിൽ പോയി പൈസ കിട്ടിയത് മൂലമല്ല, എന്റെ സ്വഭാവം മാറിയത് കൊണ്ട് എന്റെ ഭവനത്തിന് മാറ്റം വന്നു. എന്റെ 2 ഒരു ദിവസം എത്ര രൂപയുടെ മദ്യം കഴിക്കുമായിരുന്നു? അങ്ങനെ എനിക്ക് കണക്കൂട്ടി പറയാൻ പറ്റില്ല. ഞാൻ കിട്ടുന്ന കാശിൽ മദ്യപിക്കുമായിരുന്നു. വീട്ടിലെ ചെലവൊക്കെ എങ്ങനെ? അതൊക്കെ വീട്ടിൽ ഇച്ചിരി അരിയൊക്കെ കിട്ടാനുണ്ട്, അങ്ങനെ ജീവിക്കും. അങ്ങനെ ജീവിച്ചു പോന്നു. അപ്പൊ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ. ഈ ആളുകളൊക്കെ വിചാരിക്കുന്നത് എന്തോ എവിടുന്നോ ഇവന് പണം കിട്ടുന്നുണ്ടെന്നാണ് എല്ലാവരുടെയും വിചാരം. പക്ഷെ ഞാൻ നല്ലൊരു ഹാർഡ് വർക്കറാണ്. ഞാൻ സ്കൂൾ വാഹനം ഓടിച്ചതിന് ശേഷം റബ്ബർ എന്റെ പരിപാടി നടത്തും, ഓട്ടോറിക്ഷ ഓടിക്കും. അങ്ങനെ ഞാനൊരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സ്കൂളിന്റെ സമയത്ത് രാവിലെ സ്കൂൾ ബസ് ഓടിക്കും, വൈകുന്നേരം സ്കൂൾ ബസ് ഓടിക്കും. അതിന്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്ത് റബ്ബർ വെട്ടും. അതിന്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്ത് ഓട്ടോറിക്ഷ ഓടിക്കും. അങ്ങനെ 3-4 രീതിയിലുള്ള വരുമാനമുണ്ട്. അതെ. അതേസമയം മദ്യപാനിയായിട്ട് ജീവിച്ചാൽ ഈ പണിയൊന്നും നടക്കുകയില്ല. ഞാൻ പണ്ട് തീർന്നു പോയേനെ. കിട്ടുന്ന മദ്യപിക്കുകയും ചെയ്യും. മദ്യം കഴിച്ച് ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത് വൊമിറ്റ് ചെയ്താണ്. പക്ഷെ ഞാൻ അങ്ങനെ തുടർന്ന് പോയായിരുന്നെങ്കിൽ ഇന്ന് ഈ ലോകത്തിൽ കാണില്ല. അപ്പൊ ഈ മദ്യപാനികളോട് എന്താണ് ഒരു സന്ദേശം പറയാൻ? മദ്യപാനിയോട്, നിന്റെ മദ്യപാനം നിർത്തിയാൽ നിന്റെ കുടുംബം രക്ഷപ്പെടും. കാരണം മദ്യം കലഹക്കാരനും വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു. അത് ചുവന്ന കുപ്പികളിൽ തിളങ്ങുന്നത് സർപ്പം പോലെ നിന്നെ കൊത്തുന്നതുമാകുന്നു. മദ്യപാനി ഉടുതുണി ഉടുക്കുകയില്ല, ഇല്ലേ? ദരിദ്രനായി തീരും. അതുകൊണ്ട് മദ്യപാനത്തിൽ നിന്നും നിനക്കൊരു പൂർണ്ണ വിടുതൽ കിട്ടിയാൽ ദൈവം നിന്നെ മാറ്റും. അത് നിന്റെ വീടിന് അഭിവൃദ്ധി ഉണ്ടാക്കും. മക്കൾ അനുസരണമുള്ളവരായി തീരും. അതെ. നമ്മള് മദ്യപിക്കുന്ന ഒരു കുടുംബത്തിലെയും മക്കൾ നല്ല രീതിയിൽ വന്നിട്ടില്ല. ഇപ്പൊ ഏതൊക്കെ രീതിയിലുള്ള ആത്മീയ പ്രവർത്തനങ്ങളാണ് പാസ്റ്ററോടൊക്കെ ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ സുവിശേഷ പ്രവർത്തനങ്ങളിൽ നോർത്ത് ഇന്ത്യയിൽ പോകാറുണ്ട്. അതുപോലെ പാസ്റ്ററോട് ഒരുമിച്ച് നടക്കുന്നു. ഞാൻ ഒരു സമയത്ത് എനിക്ക് പെന്തക്കോസ്തിനോടൊരു ഇത് വന്നായിരുന്നു. പക്ഷെ ഞാൻ അതിനെല്ലാം തരണം ചെയ്ത് നിൽക്കുന്ന സഭയിൽ തന്നെ നിൽക്കുകയുള്ളൂ എന്നുള്ള ഒരു സത്യം, ഒരു തീരുമാനം എടുത്തു. നമ്മൾ ഇവിടുന്ന് ഓടി അപ്പുറത്തേക്ക് പോകണം, അപ്പുറത്തുനിന്ന് ഓടി ഇപ്പുറത്തേക്ക്. ആ ഒരു തീരുമാനത്തിൽ നിന്ന് ഞാൻ പൂർണ്ണമായി പണ്ടും ചിന്തിച്ചിരുന്നത് ഒരു സഭയിൽ, കൂടുന്ന സഭയിൽ മാത്രമേ കൂടുകയുള്ളൂ. വേറെ സഭയിൽ ഓടി നടന്ന് ഉള്ള രീതികളിൽ ഞാൻ പോവുകയില്ലെന്നുള്ള തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു.
ഈ കാലഘട്ടങ്ങളിൽ ഈ ആളുകൾ യേശുവിനെ അറിയേണ്ട ആവശ്യം എന്താണ്? യേശുവിനെ അറിയേണ്ട ആവശ്യം ഒരു നിത്യതയുണ്ട്. അതിനപ്പുറത്തും ദൈവം തരുന്ന ഒരു സമാധാനമുണ്ട്, ഒരു നിത്യ സമാധാനം. ലോകം തരുന്ന സമാധാനമല്ല. നമ്മൾക്ക് നമ്മളിപ്പോ പെന്തക്കോസ്തിൽ ചേർന്നാലും നമ്മൾക്ക് പ്രതികൂലങ്ങൾ അനവധിയുണ്ട്, ഇല്ലേ? അതായത് ആ പ്രതികൂലങ്ങളെ തരണം ചെയ്യാനുള്ള ദൈവകൃപ നമ്മളിൽ വ്യാപരിക്കണം. ആ പരിശുദ്ധാത്മാവ് അത് വ്യാപരിക്കുന്ന ശക്തിയാണ്, അത് അത്യന്തപരമായ ശക്തിയാണ്. അത് മനുഷ്യനെ എത്ര പ്രതികൂലം വന്നാലും, ഇയ്യോബൊക്കെ എന്തോരം പ്രതികൂലം വന്നു, പിടിച്ചു നിന്നത് എന്തുകൊണ്ട്? ദൈവമുണ്ട് എന്നുള്ള വിശ്വാസം. ആ ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, ഇല്ലേ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു, ഇല്ലേ? ദൈവത്തെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ദൈവം അതെല്ലാം നമ്മളുടെ തിന്മകളെ നന്മയാക്കി തീർക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ പാസ്റ്ററോട് ചേർന്ന് ഇങ്ങനെ വീട് ഭവന സന്ദർശനങ്ങളുണ്ട്, അതുപോലുള്ള ഭവന സന്ദർശനം നടത്തുവാൻ എനിക്ക് സമയം കിട്ടാറില്ല പാസ്റ്റർ. നമ്മൾ നോർത്ത് ഇന്ത്യൻ സുവിശേഷ വേലയ്ക്കൊക്കെ പോകാറുണ്ട്, ഒരു ചെറിയ ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ട്. അത് ഈ വർഷമാണ് ചെയ്തു തുടങ്ങിയത്, അല്ലാതെ നേരത്തെ ഉള്ളതല്ല. അപ്പോൾ പിന്നെ വീട്ടില് ആളുകളുടെയൊക്കെ സഹകരണം എങ്ങനെയാണ്? വീട്ടില് എൻ്റെ മാതാവും പിതാവും ഒന്നും ഈ രക്ഷയിലേക്ക് വന്നില്ല. അവര് മരിച്ചു മാറ്റപ്പെട്ടു പോയി. പിന്നെ എനിക്കൊരു ഇളയ അനിയനുണ്ട്, അവൻ വിശ്വാസത്തിലല്ല. രണ്ടാമത്തെ അനിയൻ, അവന് ഷുഗർ വന്ന് അവൻ്റെ കാല് മുറിക്കപ്പെട്ടു. അങ്ങനെ അവൻ ഭവനത്തിലായിരിക്കുന്നു. അപ്പോൾ ഈ സന്ദേശം കേൾക്കുന്ന ഈ പൊതുജനങ്ങളോട് എന്താണ് അച്ചായനൊരു സന്ദേശം പറയാനായിട്ടുള്ളത്? ഈ സാക്ഷ്യം കേൾക്കുന്നവരോട്, എല്ലാവരുടെയും നാളത്തെ ജീവിത അനുഭവം വെച്ച് ക്രിസ്തുവിനെ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് എന്താണ് സന്ദേശം പറയാനായിട്ടുള്ളത്? ക്രിസ്തുവിനെ അറിയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതായത് എന്തെല്ലാം നേടിയാലും അതെല്ലാം താൽക്കാലികമാണ്. അത് നമ്മൾ ഇവിടെ ഇട്ടേച്ചാണ് എല്ലാ മനുഷ്യരും പോകുന്നത്. വചനത്തിലൊരു വാക്യമുണ്ട്, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങൾക്ക് നാളുകളെ എണ്ണുവാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന്. പക്ഷേ ദൈവവചനം പറയുന്നു, ഒരു മനുഷ്യന്റെ ആയുസ് 70 ഏറിയാൽ 80, അത് കഴിഞ്ഞ് ഒരു നിത്യതയുണ്ട്. ആ നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.